നമസ്തേ. എൻ്റെ പേര് ഐമനം അജിത്ത്. പ്രോണോളജിയെ അടിസ്ഥാനമാക്കി ന്യൂമറോളജി പ്രാക്ടീസ് ചെയ്യുന്നു. ഈ പ്രോണോളജി എന്ന സയൻസ് സാധാരണക്കാരിലേക്ക് ഇന്നും എത്തിച്ചേർന്നിട്ടില്ല. കേരളക്കരയിലേക്ക് പ്രോണോളജിയുടെ നാമ്പിടാൻ എനിക്ക് സാധിച്ചതിൽ വളരെയേറെ സന്തോഷമുണ്ട്. ഈ ചാനലിലൂടെ ഇത് കാണുന്ന നിങ്ങൾക്ക് സന്തോഷവും നന്ദിയും രേഖപ്പെടുത്തുന്നു. പ്രകൃതി ശക്തികളോടും നന്ദി രേഖപ്പെടുത്തുന്നു. ഈ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഓർക്കുന്നത്, നിങ്ങൾ പല ആൾക്കാരും കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ ഡേറ്റോ പേരോ എന്തെങ്കിലും പറയുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു 5 മിനിറ്റ് ചിലവഴിക്കണോ? എൻ്റെ സമയം വളരെ വിലയേറിയതാണ്. അല്ല, ഇനി വിലയേറിയതല്ലാന്ന് വിചാരിച്ചോളൂ. നിങ്ങൾക്ക് വേണ്ടി 5 മിനിറ്റ് ചിലവഴിക്കുമ്പോൾ ഒരു നന്ദി ആ മറുപടി തരുമ്പോഴൊന്ന് പറഞ്ഞുകൂടെ? അതല്ലേ ഒരു നല്ല സംസ്കാരം? ന്യൂമറോളജിയുടെ ക്ലാസ്സിലൂടെ ഇത് പഠിക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. ഒരാളൊരു ഉപകാരം ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാവരും നന്ദി രേഖപ്പെടുത്തേണ്ട. ചോദ്യം ചോദിക്കുന്നവർക്ക് മറുപടി നൽകുമ്പോൾ നന്ദി രേഖപ്പെടുത്തണം. എങ്കിലേ പ്രകൃതി ശക്തി നിങ്ങളിലേക്ക് അനുകൂലമായിട്ട് വരുള്ളൂ. അല്ലാതെ പ്രാർത്ഥനയോ പൂജകളിലോ ഒന്നും കാര്യമില്ല. ഞാൻ എപ്പോഴും ഓർക്കും, എന്തേ ഇവർക്കൊരു നന്ദി പറയാൻ ഒരു കൂപ്പുകൈ വെച്ച പോരെ, ഒരു തംസപ്പ് വെച്ച പോരെ. അങ്ങനത്തെ ഒരു സംസ്കാരം ഉണ്ടാക്കാൻ നോക്കുക. ഓക്കെ, താങ്ക് യു. ഈ ക്ലാസ്സിൽ രാഷ്ട്രീയമില്ല, ജാതിയില്ല. ഓരോ ആൾക്കാർക്കും വ്യക്തിപരമായ രാഷ്ട്രീയമുണ്ടാകും, പക്ഷേ ക്ലാസ്സിൽ നമുക്ക് വേണ്ട. എനിക്കൊരു രാഷ്ട്രീയവുമില്ലെന്ന് പലതവണ പറഞ്ഞിട്ടുണ്ട്. എന്നോ ഒരിക്കലൊരു ഒരു വോട്ട് ചെയ്തിട്ടുണ്ട്, അല്ലാതെ വോട്ട് ചെയ്യാറില്ല. എൻ്റെ മക്കൾക്ക് 34 വയസ്സായി. മോനും ഏകദേശമൊക്കെ ഓൾമോസ്റ്റ് 29-30 ഉണ്ട്. ഇന്ന് അവരെ വോട്ടേഴ്സ് ലിസ്റ്റ് പോലും ഇല്ല. രാഷ്ട്രീയമായിട്ട് അത്ര വലിയ പ്രബുദ്ധരല്ല. രാജ്യസ്നേഹമുണ്ട് തീർച്ചയായിട്ടും, പക്ഷേ രാഷ്ട്രീയമായിട്ട് അത്ര പ്രബുദ്ധരല്ലാത്തതിൻ്റെ പേരിലാണ്. അപ്പോൾ നമുക്കിവിടെ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ടാണ് ക്ലാസ് അറിയിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ, അദ്ദേഹത്തെ പറ്റി ആരോടും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോഴത്തെ ഒരു ചൂടേറിയ സബ്ജക്റ്റാണ്. സാധാരണ ആൾക്കാർ ഇങ്ങനെയുള്ള ചൂടേറിയ സബ്ജക്റ്റ് കിട്ടുമ്പോൾ അതിനെ വെച്ചുകൊണ്ട് വീർപ്പിച്ചുകൊണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറയും. നമുക്കതല്ല, നിഷ്പക്ഷമായ രീതിയിലുള്ള അനലൈസാണ്. ആരെയും നമ്മൾ പഴിക്കുന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിലും പഴിക്കുന്നില്ല, ആ പെൺകുട്ടി വന്ന പെൺകുട്ടിയും പഴിക്കുന്നില്ല. എന്താണ് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം? എവരി ഇവൻറ്റ് ഹാസ് എ കോസ് എന്ന് പലപ്പോഴും നമുക്കും അറിയാം. എന്ത് ഒരു കാര്യവും കാരണവും. രാഹുൽ മാങ്കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 17 എപ്പോഴും അപകടം പിടിച്ചതാണ്. ശനീശ്വരൻ്റെ സാന്നിധ്യമുള്ളതാണ്. എപ്പോഴും അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ ജനിച്ചത് 17-ാം തീയതിയാണെങ്കിൽ, നിങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ നമ്പർ 17 ആണെങ്കിൽ, ഫ്ലാറ്റ് നമ്പർ 17 ആണെങ്കിൽ, നിങ്ങൾ വീട്ടുപേരിൻ്റെ ടോട്ടൽ വാല്യൂ 17 ആണെങ്കിൽ, വീട്ടുപേരിൻ്റെ അക്ഷരങ്ങൾ 17 ഉണ്ടെങ്കിൽ വളരെ സൂക്ഷിക്കണം. നിങ്ങൾ സമൂഹത്തിന് തിന്മ ചെയ്യരുത്. ഈ വിശ്വാസപ്രകാരം ശനീശ്വരനാണ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്യുന്നത്. എൻ്റെ നമ്പർ 17 ആണ്, കാരണം ഞാൻ ജനിച്ച 17-ാം തീയതിയാണ്. ഇതറിയാവുന്നതിൻ്റെ പേരിൽ നോക്കിയും കണ്ടുമൊക്കെയാണ് നിൽക്കുന്നത്. അല്ലെങ്കിൽ എനിക്കറിയാം തട്ട് കിട്ടുമെന്ന്. പിന്നെ ഈ പ്രായമല്ലേ, അറിയില്ല. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. 17 എന്നാൽ തടസ്സങ്ങളാതെ ഇത് ഡിസിപ്ലിൻ്റെ, ഉത്തരവാദിത്വത്തിൻ്റെയും കൂടിയുള്ള നമ്പറാണ്. ഇതിനെ സ്റ്റാർ ഓഫ് മാഗി എന്ന് പറയും. MAGI, സ്റ്റാർ ഓഫ് മാഗി. മാഗി പല ആൾക്കാരും കേട്ട് കാണും. ക്രിസ്തുദേവൻ ജനിച്ചപ്പോൾ ചക്രവാള സീമയിൽ ഒരു നക്ഷത്രം കണ്ടില്ലേ? അതാണ് സ്റ്റാർ ഓഫ് മാഗി. അത്ര ദിവ്യത്വമുള്ളതാണ് ഈ 17ൻ്റെ നമ്പർ. വളരെയേറെ പ്രയാസം സഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകാം. ലോകത്തിൽ ഇന്ന് അറിയപ്പെടുന്നൊരു വ്യക്തിയാണ് നരേന്ദ്രമോദി. അദ്ദേഹം ജനിച്ചത് 17-ാം തീയതിയാണ്. അപ്പോൾ നിങ്ങൾ 17 ആണെങ്കിൽ, നിങ്ങൾ ഒത്തിരി യാതനകൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും സാധിക്കും പല കാര്യങ്ങളും നേടിയെടുക്കാനായിട്ട്. ഈ സ്റ്റാർ ഓഫ് മാഗി എന്നാൽ ദാസേട്ടൻ്റെ ഒരു പാട്ട് കേട്ടിട്ടില്ലേ? യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ. ആ പാട്ടിൻ്റെ ചരണത്തിനകത്ത് പറയുന്നുണ്ട്, താരകം തന്നെ നോക്കി ആട്ടിടയർ നടന്നു. താരകം തന്നെ നോക്കി. ആ താരകമാണ് സ്റ്റാർ ഓഫ് മാഗി. അത്രയ്ക്കും ദിവ്യത്വമുള്ള നമ്പറാണ് 17. അപകടമുണ്ട്. നല്ല ലെവൽ ജീവിച്ചാൽ സുന്ദരമായിട്ട് പോകാം. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങനെ വരാനുള്ള കാരണം ശനീശ്വരൻ്റെ ഒരു സുഖയില്ലായ്മയായിട്ട് നമുക്കെടുക്കാം. നിങ്ങളെല്ലാവർക്കും ഈ ശനീശ്വരൻ എന്നൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കത്തില്ല. പക്ഷേ പ്ലാനറ്റിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ. ആ പ്ലാനറ്റിൻ്റെ പേരാണ് ശനി. PLAN, പ്ലാൻ. NET, പ്ലാൻ. ആരുടെ പ്ലാൻ? ആരുടെ പദ്ധതി? ആരുടെയോ പദ്ധതിയിൽ നമ്മൾ NET,
വലയിൽ കിടക്കുകയാണ്, ഇവിടെ കിടന്ന് തത്തിക്കളിക്കുവാണ്. ഇത് എൻ്റെ കേമമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കുന്നത്. അതൊന്നുമില്ല, സംബഡി സെൻസ് ടു അസ്, ഇങ്ങോട്ട് അയച്ചിരിക്കുകയാണ് ഭൂമിയിലേക്ക്. സംബഡി ഈസ് കൺട്രോളിങ് അസ്, നമ്മളെ ആരോ കൺട്രോൾ ചെയ്യുകയാണ്. ഈ 17 അതാണ് സ്റ്റാർ ഓഫ് മാഗി. 17 കഠിനാധ്വാനം ചെയ്യണം, വെറുതെ ഇരുന്ന് പോരാ. മറ്റുള്ളവരൊക്കെ ഇരട്ടി അധ്വാനിച്ചെങ്കിൽ മാത്രമേ അവർക്ക് റിസൾട്ട് കിട്ടുകയുള്ളൂ. ഒരു റിസൾട്ട് ഓറിയൻറ്റഡ് നമ്പറാണ് 17. 17 തൊട്ട് 26. എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ മറ്റുള്ളവരെക്കാളും കൂടുതലായിട്ട് അധ്വാനിക്കേണ്ട ആൾക്കാരാണ് 8ഉം 17ഉം 26ഉം. ഈ 17ൻ്റെ പ്രത്യേകത, സ്ത്രീകൾ മുഖാന്തരം ചിലർക്ക് പ്രശ്നങ്ങളുണ്ടാകും. 17 ഈ ഇന്നത്തെ കലികാലത്തിൽ എല്ലാവർക്കും ഉണ്ടാകും. പക്ഷേ 17 വളരെ വിജിലൻ്റ് ആയിരിക്കണം. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ലോഹ്യം പറഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാൽ കീപ് ജസ്റ്റ് ആൻ ആം ഡിസ്റ്റൻസ്. ആം ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു കൈ അകലം ഇട്ടിരിക്കണം, അല്ലെങ്കിൽ ചതിയിൽപ്പെടാം. പിന്നെ നമ്മുടെ കയ്യിലിരിപ്പും ഉണ്ട്. നമ്മുടെ കയ്യിലിരിപ്പാണ് മെയിനായിട്ട് കേട്ടോ. കാരണം ഈ 17 അങ്ങനെയുണ്ട്. നമ്മളെ ടോട്ടലി കൺഫ്യൂഷൻ ആക്കും. എന്താണ് ചെയ്യേണ്ടതെന്നുള്ള രീതിയിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ 17. ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണമാണ് 17. ടോട്ടൽ വാല്യൂ രാഹുൽ മാങ്കൂട്ടത്തിൽ പേരിൻ്റെ വാല്യൂ 60 ആണ്. 60 എന്ന് വെച്ചാൽ ചാമിങ്, അട്രാക്ഷൻ, വശീകരിക്കുന്ന നമ്പർ. ബിസിനസ് ചെയ്ത് വിജയിക്കാം. 6ൻ്റെ വീനസ് അല്ലേ, ശുക്രൻ. വീനസിൻ്റേതായ എല്ലാ ചടുലതയും ഉണ്ടാകും. കംപ്ലീറ്റ് ഗ്രേസ് ഓഫ് വീനസ് എന്ന് പറയുന്നത്. ശുക്രൻ്റെ എല്ലാവിധ അനുഗ്രഹവുമുള്ള നമ്പറാണ് 60. കലാപരമായിട്ട് കഴിവ്. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ല ഭംഗിയായിട്ടല്ല സംസാരിക്കുന്നത്. കേരള നിയമസഭയിൽ മുഖ്യമന്ത്രിയെ വരെയും വിറപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹത്തിന് ഓരോ ചോദ്യങ്ങൾ. വേറെ ആർക്കും അങ്ങനെ സാധിച്ചിട്ടില്ല. ഇതൊക്കെ നമ്മൾ കാണുന്നതാണ് കേട്ടോ. നമ്മൾ മുഖ്യമന്ത്രിയെ ചെറുതാക്കിയോ ഇദ്ദേഹത്തെ വലുതാക്കുകയോ അല്ല ചെയ്യുന്നത്. ബിക്കോസ് ഓഫ് ദാറ്റ് നമ്പർ ഈസ് കൺട്രോളിങ് ഹിം. ആ 60ൻ്റെ പ്രത്യേകതയാണ്. നല്ല പാചക കസരത്ത്, നല്ല സ്റ്റാൻഡേർഡായിട്ട് കേട്ടോ, അല്ലാതെ വെറുതെ ഈ ചളിവിളിയൊന്നുമല്ല. ഇതിന് ഇമ്മീഡിയറ്റായിട്ട് ഈ ഫ്രൂട്ട്ഫുള്ളാണ്, പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്ന നമ്പറും കൂടിയിട്ടാണ് ഈ 60. ഈ 60കാരുടെ ഫാമിലി ലൈഫ് നല്ലതാണ് ഉറപ്പായിട്ടും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇപ്പം ഇങ്ങനെ ഫാമിലി ലൈഫൊന്നും, അത് നമുക്ക് പറയാം എന്തുകൊണ്ടാണെന്ന്. യോഗമുള്ളയാളാണ്. ഇപ്പോൾ ഇവിടെ ഈ ഫ്രിഡ്ജിനകത്ത് പല പല ഐറ്റംസ് കാണും. ഫുഡ് ഉണ്ടാക്കേണ്ടത്, ഫുഡ് ഉണ്ടാക്കിയില്ല എങ്ങനെയാണ്? സാധനം ഉണ്ടല്ലോ, പക്ഷെ അത് അനുഭവിക്കാനുള്ള യോഗം കൂടി വേണം. ഒരു പക്ഷേ ഡൈനിങ് ടേബിളിൽ വൈഫ് എല്ലാ ആഹാരവും വിളമ്പി വെച്ചിട്ടുണ്ടാവുക, പക്ഷേ അത് കഴിക്കാനുള്ള യോഗം വേണം. അതുപോലെയാണ് 60കാർക്ക് നല്ല നല്ല യോഗമുണ്ട്. എന്തുകൊണ്ടാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ യോഗം കിട്ടാതിരുന്നത് എന്ന് നോക്കാം. 60കാർക്ക് ബിസിനസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇദ്ദേഹത്തിന് ടെക്സ്റ്റൈൽസ് ഉണ്ട്, കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ടെക്സ്റ്റൈൽസ്, കിഡ്സ്, ജെൻസിന് വേണ്ടിയുള്ള ബ്യൂട്ടി ഷോപ്പുണ്ട്, ബ്യൂട്ടി സലൂൺ, ഫാർമസിയുണ്ട്, മിൽമയുണ്ട്. അതൊക്കെ ബിസിനസ്സിൻ്റെ 60ൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ രാഹുൽ മാങ്കൂട്ടത്തിനെ എടുക്കണ്ട, ഇതൊരു ന്യൂസ് ചാനലല്ലോ. നിങ്ങളുടെ ലൈഫുമായിട്ട് വേണം ലിങ്ക് ചെയ്യാൻ. നിങ്ങളിൽ 60ൻ്റെ അല്ലെങ്കിൽ 6ൻ്റെയൊക്കെ സാന്നിധ്യമുണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് മണി ത്രൂ പ്രോപ്പർ ചാനൽ. നല്ല വഴിയിൽ നിങ്ങൾക്കും പണം ഉണ്ടാക്കാനുള്ള യോഗമുണ്ട്. ഇനി അഥവാ സാധിച്ചില്ലെങ്കിലോ പേരിലൊന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. കഴിഞ്ഞ ദിവസം ഏതോ ഒരു വ്യക്തി ഇങ്ങനെ എഴുതിയിരുന്നു, നമ്മൾ പറഞ്ഞിരുന്നു ഒരു വ്യക്തിയുടെ പേരിൽ ഡബിൾ ഇ വന്നാൽ ഞാൻ പറഞ്ഞു 100% തെറ്റെന്ന് അദ്ദേഹം എഴുതി. അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. എന്നാൽ SH പേരിൽ വന്നാൽ 100% ശരിയാണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ പല പല ആൾക്കാരിലൂടെ ഒന്നോ രണ്ടോ അല്ല വർഷങ്ങളായിട്ട് ഈ മേഖലയിൽ നിൽക്കുന്നതാണ്. ഒരു വ്യക്തിയുടെ പേരിൽ ഡബിൾ ഇ ഉണ്ടെങ്കിൽ അവർ വളരെ ആകാംക്ഷയാണ്, ആർത്തിയാണ് പണത്തിനോട്. ആ വ്യക്തി എഴുതിയത് ആ വ്യക്തിയുടെ മാത്രം അനുഭവമല്ലേ. അദ്ദേഹം എന്താണ് ജോലി എന്ന് പറഞ്ഞിട്ടില്ലല്ലോ, ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞിട്ടില്ല. ഇനി ഒരു പക്ഷേ വെറുതെ നടക്കുന്ന ആളാണെങ്കിൽ, സ്ത്രീയാണെങ്കിൽ വീട്ടമ്മയായിരിക്കും. വീട്ടമ്മമാർക്ക് പണം കിട്ടാനുള്ള മാർഗം ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. ഒരവസരം കിട്ടട്ടെ, അവരതിനോടുള്ള പണം കൂടുതൽ ഉണ്ടാക്കാനുള്ള ആഗ്രഹം കാണിക്കും. പ്രോണോളജി അനുസരിച്ചുകൊണ്ട് ഒരു വ്യക്തിയുടെ പേരിൽ, ഒരു സ്ഥാപനത്തിൻ്റെ പേരിൽ 2 ഇ ഉണ്ടെങ്കിൽ ഷുവർ അവർക്ക് പണത്തിനോട് കൂടുതലായിട്ട് അമിതമായ വാഞ്ചയുണ്ടാകും. ലൈസൻസ് കാണിക്കത്തില്ല. ഇവിടെ പേരിടുമ്പോൾ പല ആൾക്കാർക്കും പേരിടുമ്പോൾ കഴിവതുണ്ടെങ്കിൽ അവരുടെ പേര് ഡബിൾ ഇടാൻ ഞാൻ നോക്കും. സതീഷ്
THISH ആണെങ്കിൽ HI അങ്ങ് മാറ്റും, W അവിടെ ഇടാറുണ്ട്. W നല്ല പേരാണ്, ആ വ്യക്തി തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അനുഭവമാണ് പറഞ്ഞിരിക്കുന്നത്. ഈ രാഹുൽ എന്ന പേരിനകത്ത് RHUL, രാഹുൽ 5 പണം ഉണ്ടാക്കുമല്ലോ, ലോട്ട് ഓഫ് അഡ്വാൻറ്റേജസ് ഉള്ള പേരാണ്, നമ്പറാണ് 5. 5ൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടോട്ടൽ 9 ലെറ്റേഴ്സേ ഉള്ളൂ, 9 അക്കങ്ങളേ ഉള്ളൂ. 1 2 3 4 5, 1 2 3 4 5, 5 6 7 8 9 മിഡിൽ നമ്പറാണ് 5. അതുകൊണ്ട് എല്ലാവരുടെ ഒപ്പം ഇഴുകിച്ചേരാനും കഴിയുന്ന ഏക നമ്പറാണ് 5. ഒരു ബെഗറിനോടും ഒരു യാചകനോടും രാജാവിനോടും ഒരുപോലെ ഇടപഴകാനുള്ള പ്രത്യേകമായ കഴിവുള്ള ആൾക്കാർ 5 മാത്രമേ ഉള്ളൂ, വേറെ ആർക്കും ആ കഴിവില്ല. 6 കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ട്, പക്ഷേ അവരെക്കാളും അല്പം താഴ്ന്ന ആൾക്കാരാണെങ്കിൽ അവരെ അത്ര മൈൻഡ് ചെയ്തിട്ടില്ല. പക്ഷേ 5 അങ്ങനെയല്ല, കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ളയാണ്. രാഹുൽ എപ്പോഴും ചിരിച്ചുകൊണ്ടൊക്കെ എപ്പോഴും സംസാരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ഡിഫക്റ്റ് ഒന്നും നിങ്ങൾ ചിന്തിക്കരുത്, നമ്മൾ നിഷ്പക്ഷമായ രീതിയിലുള്ള ക്ലാസ്സാണത്. ഈ 5 എന്ന് പറഞ്ഞാൽ ബുധൻ, അറിവുണ്ട്. ഈ 5 വന്നാൽ പണം ഉണ്ടാക്കാനുള്ള കൗശലം കൂടി ഉണ്ടാകും കേട്ടോ. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാല്യൂ, അക്ഷരങ്ങളുടെ വാല്യൂവിനെ കുറിച്ച് ഇന്നലെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അക്ഷരങ്ങളുടെ വാല്യൂ 43 എപ്പോഴും വിപ്ലവാത്മകമായ നമ്പറാണെന്ന് അറിയാം. 7ഉം 7ൻ്റെ ശ്രേണിയും 7 16 25 34 43 52 ഈ മാങ്കൂട്ടത്തിൽ 43 രാഹുൽ എന്ന വ്യക്തിയോടൊപ്പം 7 എന്ന നമ്പർ ചേർന്നു. അത് അദ്ദേഹത്തെ ഈ കുഴപ്പത്തിൽ കൊണ്ടാക്കി. ഇതാണ് 7 ഒളിഞ്ഞു നിന്ന് ഓരോ പണി തരുന്നു എന്ന് നമ്മൾ പറയുന്നത്. എവിടെയെങ്കിലും എന്ത് ദുരന്തമുണ്ടോ അതിൻ്റെ പിന്നിൽ ഐ ആം ഷുവർ 7 ഈസ് ദെയർ. പ്രത്യക്ഷത്തിലില്ല. നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ ഈ മാങ്കൂട്ടത്തിൻ്റെ നമ്പറിൻ്റെ വാല്യൂ 7 അറിയാവുന്നൊരു കണക്കൂട്ടി കാണും. ആ 7 അദ്ദേഹത്തെ ബാധിച്ചത്. ഈ 7 വന്നാൽ പദവിയിൽ കുഴപ്പമൊക്കെ ഉണ്ടാകും. അദ്ദേഹത്തിന് പദവിയിൽ കുഴപ്പമുണ്ടായല്ലോ. ഒരു യുവജന നേതാവല്ലായിരുന്നു, രാജിവെക്കേണ്ടി വന്നില്ലേ. നിങ്ങളുടെ പേരിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങളുടെ പേരിൽ വീട്ടുപേരിലേക്ക് ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധാപൂർവം മുന്നോട്ട് പോകണം. ഈ 43ൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ 7ൻ്റെ പ്രത്യേകത, ഇവർ സമൂഹ മധ്യത്തിൽ വളരെ ശാന്തര, പക്ഷേ മനസ്സിൽ ഇങ്ങനത്തെയൊക്കെ ചില കുടില വികാരങ്ങളും അറിയാതെ ഉണ്ടാകും. അവർക്ക് ദൈവികമായ ചിന്തയുണ്ടെങ്കിലേ നല്ല ലെവലിൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഈ ദൈവികമായ ചിന്ത എന്ന് പറഞ്ഞാൽ 2 നേരം വിളക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുന്നില്ലൊന്നുമല്ല, അല്ലെ പള്ളിയിലോ ആരാധനാലയത്തിൽ പോകുന്നതല്ല ദൈവികമായ ചിന്ത. അത് ഒരു തരം പ്രഹസനമാണ് ദേവാലയത്തിലൊക്കെ പോകുന്നത്. എൻ്റെ കാഴ്ചപ്പാട് കേട്ടോ, ഇതിനെ എതിർത്തുകൊണ്ട് വരരുത്. നിങ്ങൾ ചാരിറ്റി ചെയ്യൂ. നിങ്ങളെക്കാളും താഴ്ന്നവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ആൾക്കാരെ നിങ്ങൾ കണ്ടുപിടിച്ച് ഒരു നേരത്തെ, പരിചയക്കാർക്കല്ല കേട്ടോ, വഴിയെ പോകുന്ന ഏതെങ്കിലും ഒരു വ്യക്തിക്കായാലും ശരി, നിങ്ങളുടെ ബർത്ത്ഡേ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നേരത്തെ ആഹാരം മേടിച്ച് കൊടുക്കൂ. ഈ ഹോട്ടലിൽ കയറുമ്പോൾ സാധാരണ ഒരു ചെറിയ ഹോട്ടലിലേക്കാണെങ്കിൽ, വലിയ ഹോട്ടലല്ല, ചെറുകിട ഹോട്ടലിലാണെങ്കിൽ അവിടെ സാധുക്കളായ ചിലപ്പം കൊച്ചു കുട്ടികളേക്കായിട്ട് ചില മാതാപിതാക്കളൊക്കെ വരും. അപ്പോൾ അവരുടെ ബില്ലങ്ങ് കൊടുത്തേക്ക്. നിങ്ങൾക്ക് അതൊക്കെയാണ് ചാരിറ്റി. എന്നിട്ട് അവരോട് പറഞ്ഞാൽ മതി, ചേട്ടാ ചേച്ചി ഇന്ന് എൻ്റെ ബർത്ത്ഡേയാണ്, അപ്പോൾ ഒരു അന്നദാനമുണ്ട്, അതിനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നരുത്, ഈ ബില്ല് ഞാൻ കൊടുത്തോളാം എന്ന് സ്നേഹമായിട്ട് പറഞ്ഞാൽ അവർ അംഗീകരിക്കും. അവരുടെ മനസ്സ് നിറയും, അവരുടെ കണ്ണ് നിറയും. അതാണ് ബ്ലെസ്സിങ്സ്. അല്ലാതെ ഒരു ദൈവം ഇവിടെ നേരിട്ട് വന്നൊന്നും ആരെ അങ്ങോട്ട് അനുഗ്രഹിക്കാൻ പോകുന്നില്ല. അല്ല വല്ല പൂന്താനമായിരിക്കണം. നമ്മുടെ സാധാരണക്കാരൻ്റെ ഇതൊക്കെയാണ് ചാരിറ്റി. അല്ല വസ്ത്രം കൊടുക്കുക. 43 വന്നു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാതിരിക്കാനുള്ള യോഗം കൂടിയുണ്ട്. അഥവാ വിവാഹം കഴിച്ചാലും പങ്കാളിയോട് കലാപവും ഉണ്ടാകും. മുമ്പേ പറഞ്ഞ 60 വന്നാൽ കുടുംബജീവിതം സുനിശ്ചിതമാണെന്ന്. പക്ഷേ ഇവിടെ 43 വന്നു. യോഗമുണ്ട്, പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ അരുചി വന്നു. അമ്പലപ്പുഴ പാൽപ്പായസത്തിനകത്ത് ഉപ്പ് ഇട്ടിട്ടാൽ എങ്ങനെയുണ്ട്? പായസം കുടിക്കാൻ യോഗമുണ്ട്, പക്ഷേ ഉപ്പിട്ടാലോ ടേസ്റ്റ് പോകും. അതുപോലെയാണ് നല്ല നല്ല നമ്പറിന് ഇടയ്ക്കോട്ട് 7 കയറി വന്നാൽ. ഇതൊക്കെ സൂക്ഷിച്ചു കണ്ട് നിങ്ങൾ മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എപ്പോഴും പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ എടുക്കേണ്ട ആവശ്യമില്ല. ഇനി രാഹുലിൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 5ഉം വാല്യൂ 17, RHUL 17. 5നെ പറ്റി പറഞ്ഞു, 17നെ പറ്റി പറഞ്ഞു. 17 5 എത്രയാണ്? 22. 22 എന്നാൽ 2ഉം 2ഉം കൂടി ചേരുന്നതാണ്. 2 ചന്ദ്രനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ആ 2നോടൊപ്പം വീണ്ടും 2 വന്നു. അപ്പോൾ 2 4 രാഹുലേക്ക് പോയി. പക്ഷേ 2ൻ്റെ ഗാഠമായ ശക്തി, മോസ്റ്റ് പവർഫുൾ നമ്പറാണ്, മാസ്റ്റർ നമ്പറാണ് 22. അപ്പോൾ ആലസ്യത്തെ കാണിക്കുകയാണ്.
മനോവികാരത്തെ കാണിക്കുകയാണ്, കാൽപ്പനികതയെ കാണിക്കുകയാണ്, ഇമാജിനറി വേൾഡിനെ പറ്റി കാണിക്കുകയാണ്. നിങ്ങളുടെ വീട്ടുപേര് 22 നിങ്ങൾ, അല്ലെങ്കിൽ വീടിൻ്റെ നമ്പർ 22 ആണെങ്കിലും എത്ര കഴിവുണ്ടെങ്കിലും നിങ്ങളെപ്പോഴും ഒരു ഒരു സാങ്കല്പിക ലോകത്തിലായിരിക്കും, പ്രാക്ടിക്കലായിരിക്കില്ല. അങ്ങനെ നിങ്ങളുടെ പേരിലും 22 ആണെങ്കിൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കും തീർച്ചയായിട്ടും. ഇതിനെപ്പറ്റി പഴയകാലത്തൊരു പാട്ടുണ്ട്, വയലാറിയ കൂട്ടുകുടുംബം എന്ന സിനിമയ്ക്ക് വേണ്ടി 1969 സ്വപ്നസഞ്ചാരിണി നിന്റെ മനോരഥം സ്വർഗത്തിലോ ഭൂമിയിലോ, സ്വർഗത്തിലല്ല ഭൂമിയിലല്ല സങ്കല്പ ലോകത്തിൽ, ഒരു സങ്കല്പ ഗന്ധർവലോകത്തിൽ. ഗന്ധർവൻ അത് സാങ്കല്പികമാണല്ലോ. അപ്പോൾ 22കാർ വന്നാൽ ഇങ്ങനെയാണ്, നിങ്ങൾ 22കാരാണ്, സാങ്കല്പിക ലോകത്തുനിന്ന് മാറൂ, അല്ലാതെ സ്വപ്നസഞ്ചാരിണി അങ്ങനെയായി നടക്കരുത്. ഈ 22 എന്നാൽ 4 ആണല്ലോ ടോട്ടൽ, 2+2 സുപ്രീം കപ്പാസിറ്റി ടു മേക്ക് റാക്സ് ടു റിച്ച് എന്ന് പറയുന്നത്. ഫ്രം പോവർട്ടി ടു റിച്ച്, ദാരിദ്ര്യത്തിൽ നിന്നും പണക്കാരനാകാനുള്ള യോഗമുണ്ട് 22-ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കുടുംബ കഥകളൊന്നും വാർത്താമാധ്യമങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല, സെർച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. ഒരു സാധാരണ കുടുംബം, പക്ഷെ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റി ഇപ്പം കേന്ദ്രം കൂടി അന്വേഷിക്കുന്നു എന്ന് പറയുന്നുണ്ട്. നല്ല ധനവാനാണ്. ഈ ചെറുപ്പത്തിലെ അദ്ദേഹത്തിന് മിൽമ, ടെക്സ്റ്റൈൽസ്, സലൂണും 3-4 ബിസിനസ്സൊക്കെ ഉണ്ടല്ലോ, ഫാർമസിയൊക്കെ. എവിടെ നിന്നാണ് ഈ ഫണ്ടെന്ന്? അത് ആ 22ൻ്റെ പ്രത്യേകതയാണ്. 4 എങ്ങനെയും പണം ഉണ്ടാക്കും, അല്പം വളഞ്ഞ വഴിക്ക് കൂടുതൽ സാധ്യതയുണ്ട്. ഇത് കേൾക്കുന്ന 4കാർ എന്നോട് ചീത്ത പറയരുത്, ഞാനൊരു ന്യൂമറോളജിയുടെ അധ്യാപകനാണ്. ഒരു അധ്യാപകൻ ഇത് പറയണം. നിങ്ങളുടെ ആരുടെയും മുഖം നോക്കി നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെയൊന്നും പറയത്തില്ല. നമ്മളെപ്പോഴും സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ് പഠിക്കണം. നിങ്ങളുടെ ദൂഷ്യമാണെങ്കിൽ നിങ്ങൾ ആ ദൂഷ്യം കണ്ടുകൊണ്ട് മുന്നോട്ട് പോകൂ. രാഹുൽ ഇത്രയൊക്കെ നേടിയില്ലേ, ഇപ്പം കണ്ടില്ലേ? അതോ ഇപ്പോൾ ഇനി ഏതെങ്കിലും കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ പറ്റുമോ? നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാകരുത്. പണം ഉണ്ടാക്കിക്കോളൂ, അധ്വാനിച്ചുണ്ടാക്കിക്കോളൂ, വളഞ്ഞ വഴിക്ക് പോകരുത്. 4 പിടിക്കപ്പെടും. അപ്പോൾ ചോദിക്കും 4കാർ മാത്രമേ പിടിക്കുള്ളൂ, കള്ളന്മാരല്ല 4ആണോ? നല്ല, നമുക്കിപ്പോൾ 4ൻ്റെ കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ തൽക്കാലം അതങ്ങ് പഠിക്കാം. വേറെ എക്സാമ്പിൾ കിട്ടുമ്പോൾ നമുക്കത് ചെയ്യാമല്ലോ. ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ലല്ലോ ഈ ക്ലാസ്. നിങ്ങൾ ജീവിതം ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ജീവിതം ആസ്വദിക്കുന്നുണ്ടെങ്കിൽ വി നീഡ് മോർ മണി. ഫോർ മേക്കിംഗ് മോർ മണി നമ്മൾ മോശമായ ചിന്തയിലൂടെയും പൈസ ഉണ്ടാക്കും, പ്രവർത്തനത്തിലൂടെയും. രാഹുലിന് അതും സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ മോശം കമ്പനികളിലും പെടും. രാഹുലിൻ്റെ കമ്പനി ആരാണെന്നും എനിക്കറിയത്തില്ല, കാരണം എനിക്ക് രാഷ്ട്രീയമായിട്ട് പിടിപാടുമില്ല. കാണുന്ന നിങ്ങൾക്കും അങ്ങനെയൊന്നും അറിയില്ലല്ലോ. പക്ഷേ അദ്ദേഹത്തിന് എന്തായാലും മോശം കൂട്ടുകെട്ടുണ്ടാകും. ടി വിയിൽ കാണുന്ന ഈ ചാനൽ ചർച്ചയിൽ വന്ന് ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ആളല്ല, അവരുടെ പിന്നിൽ അല്പം മോശം സ്വഭാവം കാണാം. 4 ആണെങ്കിൽ, അദ്ദേഹം 4 ആണല്ലോ. ഇവർക്ക് 4കാർക്ക് കോടതിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ, കോടതി കയറാൻ. ഇനി മറ്റൊന്ന്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 17, ടോട്ടൽ വാല്യൂ 60, ടോട്ടൽ 77ആയി. അക്ഷരങ്ങളുടെ എണ്ണമായ 17 വാല്യൂ ആയ 60 കൂടി ചേർന്നപ്പോൾ 60 17 77. 77 എന്ന് പറഞ്ഞാൽ 2 7ആണ്. 7 എന്നാൽ 7 എന്നാൽ സ്പിരിച്വൽ നമ്പറാണ്. ഒരു 7 തന്നെ സഹിക്കാൻ പറ്റത്തില്ല. അപ്പോൾ 2 7 വന്നാലോ? വളരെ ഡിസിപ്ലിനോട് കൂടി ജീവിച്ചാലേ പറ്റുള്ളൂ. പക്ഷേ 7 കൂടി ചേരുന്ന എത്രയാണ്? 14. 14 എന്നാൽ 1 4 5 പണം ഉണ്ടാകും. 77 നല്ലതാണ്. പക്ഷേ ഇവരും ചാരിറ്റി ചെയ്യണം. കിട്ടുന്ന പണമെല്ലാം എടുത്ത് കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് ബാറിൽ പോയി വെള്ളം അടിക്കുന്നതല്ല ചാരിറ്റി. വിശന്നിരിക്കുന്നവന്, വിശപ്പിനോട് അതിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ, വിശപ്പിൻ്റെ ടേസ്റ്റ് അറിഞ്ഞ ആൾക്കാരുണ്ടല്ലോ, നമ്മുടെ ചുറ്റുപാട് ഇഷ്ടം പോലെ ഉണ്ടാകും. ഒരു സാധു കുട്ടി വന്ന് കൈ നീട്ടിക്കഴിഞ്ഞാൽ കൊടുക്കാതിരിക്കുക, ആഹാരം മേടിച്ചു കൊടുക്കും, പൈസ കൊടുക്കണ്ട കേട്ടോ. പണം കൊടുത്താൽ ലക്ഷ്മി ദേവി കോപിക്കുമെന്നാണ് നമ്മുടെ വിശ്വാസം. ആഹാരം കൊടുത്താൽ മതി. അല്ലാതെ പണം കൊടുത്തു കഴിഞ്ഞാൽ അവർ പോയി കള്ളു കുടിച്ചിട്ട് എല്ലാവരും ചീത്തയും വിളിക്കും. അത് വേണ്ട, പണം കൊടുക്കരുത്. ആരെങ്കിലും കൈ നീട്ടിയാൽ ആഹാരം മേടിച്ചു കൊടുക്കുക, അവരുടെ കാലിലേക്ക് നോക്കുക. പഴയ ചെരുപ്പാണ്, ചെരുപ്പ് മേടിച്ചു കൊടുക്കൂ. നിങ്ങളുടെ വിലയേറിയ സമയം 10 മിനിറ്റ് അവർക്ക് വേണ്ടി ചിലവഴിക്കൂ, പുണ്യം കിട്ടും. ഇതൊക്കെയാണ് ആക്ച്വലി ചാരിറ്റി. 77 വന്നാലും കുടുംബജീവിതം പ്രയാസമാണ്.
അതുകൊണ്ട് ഈശ്വരവിശ്വാസം വർദ്ധിപ്പിക്കുക. പിന്നെ 77കാർക്ക് 2 ഏഴല്ലേ, 7 അതിൻ്റെ പേരിൽ ഏകാന്തതയാണ്. സ്പിരിച്വൽ നമ്പറിൻ്റെ പേരിൽ എല്ലാവരോട്ടും വലിയ മിണ്ടാട്ടമൊന്നും കാണത്തില്ല. എല്ലാവരും അനലൈസ് ചെയ്യാൻ മിടുക്കരാണ്. പക്ഷേ ഇവർ രക്ഷപ്പെട്ടാൽ ഏറ്റവും മെച്ചമായിട്ട് രക്ഷപ്പെടുന്നവരാണ് 7കാരും 8കാരും. അത് 20% ഉള്ളൂ. കാരണം ഇവർക്ക് അറിവില്ലായ്മയുടെ പേരിൽ അല്പം ധിക്കാരം കാണിക്കുകയും, അറിവില്ലായ്മയുടെ പേരില്ല, മനഃപൂർവ്വമല്ല, അവരന്ന് അറിഞ്ഞ് ഈശ്വരവിശ്വാസം വർദ്ധിപ്പിച്ച് അവർ ശരിക്കും രക്ഷപ്പെടും. ഇനി ഇദ്ദേഹത്തിൻ്റെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് 12/11/1989, ഭാഗ്യസംഖ്യ 3 ഈ ഭാഗ്യസംഖ്യ 3 വരുന്നവർക്ക് 6 അത്ര യോജിപ്പ് പാടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ 3-ാം തീയതി ജനിച്ചവരാണെങ്കിൽ ഫ്ലാറ്റ് നമ്പർ 6 താമസിക്കരുത്, 15 താമസിക്കരുത്, 24 താമസിക്കരുത്. പിന്നെ ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ അതിൻ്റെ ആൽഫബറ്റ് കൂടി നോക്കണം, എ ബ്ലോക്കാണോ ബി ബ്ലോക്കാണോ എന്ന്. അതിനും വാല്യൂ ഉണ്ടല്ലോ, എയ്ക്ക് 1 ബിക്ക് 2 ഇല്ല. അതുകൂടി കണക്ക് കൂട്ടിയിട്ട് വേണം, മറ്റേ ഫിഗർ കൂടി എടുത്തിട്ട് വേണം 6ലേക്കാണോ വരുന്നതെന്ന് നോക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൻ്റെ വാല്യൂ എത്രയാണ്? 60. ഇദ്ദേഹം ജനിച്ചത് 3-ാം തീയതിക്കാർക്ക് 60 ഒരിക്കലും പറ്റത്തില്ല. അത് വിപ്ലവാത്മകമായ സ്ഫോടനാത്മകമായ ലൈഫായിരിക്കും അവർക്ക്. ഇപ്പം എന്തായാലും കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു യുവാവ് നാളെ മുഖ്യമന്ത്രി ആകുമെന്നൊക്കെ രാഷ്ട്രീയ നിരീക്ഷണം താഴെ പോയില്ലേ. കാരണം 3-ൻ്റെയും 6-ൻ്റെയും പ്രത്യേകതയാണ്. രാഹുലിനെ അല്ല എടുക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നോക്കിയാൽ മതി. നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ നമ്പർ 6 ആണെങ്കിൽ, 3 നിങ്ങളുടെ ഡേറ്റ് എങ്കിൽ, 3, 12, 21, 30 തീയതികളിലാണ് നിങ്ങൾ ജനിച്ചതെങ്കിൽ 6 ഒരു കാരണവശാലും പറ്റത്തില്ല. തൽക്കാലം കുറച്ച് നേട്ടം കിട്ടും, പക്ഷെ പിന്നീട് കുടുങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ വാല്യൂ കണക്കൂട്ടാനുള്ള വീഡിയോ മിനിഞ്ഞാന്ന് ചെയ്തിട്ടുണ്ട്, അതുകൂടി കണക്കൂട്ടിയിട്ട് നിങ്ങളൊന്ന് നോക്ക്. പേരിൽ ചേഞ്ച് ചെയ്യും, ക്രോണോളജി അനുസരിച്ചേ ചെയ്യാവുള്ളൂ, ഭേദഗതി ചെയ്യുക. 12/11 ജനിച്ച ആൾക്കാർ വൃശ്ചിക രാശിയല്ലേ, വൃശ്ചിക രാശിയിൽ ജനിച്ചവർ 12-ാം തീയതി ജനിച്ചവർ, ഞാൻ അടക്കം പറയുന്നില്ല, ഏകദേശം more than 80% ആൾക്കാരും അവർക്ക് ബാല്യത്തിൽ അവരുടെ മാതാവോ പിതാവോ നഷ്ടപ്പെടാനുള്ള സാധ്യതകൾ കിടപ്പുണ്ട്. 12-ാം തീയതി ഏത് മാസമായാലും ശരി, 12-ാം തീയതി. ഇദ്ദേഹം ജനിച്ചത് 12/11 നവംബർ, വൃശ്ചിക രാശിയുടെ. രാഹുലിൻ്റെ പിതാവ് ബാല്യത്തിൽ നഷ്ടപ്പെട്ടു. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് കണ്ടത്. അപ്പോൾ 12കാർക്ക് നിങ്ങളും അങ്ങനെ ഉണ്ടാകും. അപ്പോൾ ഒരു കുഞ്ഞ് 12-ാം തീയതിയാണ് ജനിക്കുന്നതെങ്കിൽ നമ്മൾ താലോലിച്ച് വളർത്തും എല്ലാം. പക്ഷേ ആ കുട്ടിയുടേതല്ല, 12കാർക്ക് അനുഭവം കാണുന്നതാണ്. കുട്ടിയുടെ പിതാവും മാതാവും അവരുടെ ആരോഗ്യവും എന്ത് ശ്രദ്ധിക്കണം. ഇങ്ങനെയുള്ള 12-ാം തീയതി ജനിച്ച കുട്ടികളുടെ പിതാക്കന്മാർ മദ്യപിക്കുന്നവരാണെങ്കിൽ, മദ്യപിച്ചിട്ട് വാഹനം ഓടിക്കുന്നവരാണെങ്കിൽ, അസമയത്ത് യാത്ര ചെയ്യുന്നവരാണെങ്കിൽ, അമിതമായ കൂട്ടുകെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കുട്ടി ഒരു അഡൽട്ട് ആകുവോളം, ഒരു 18 വയസ്സാകുവോളം നിങ്ങൾ ജീവിതത്തിൽ പല കാര്യങ്ങളും കൺട്രോൾ ചെയ്യുക. ഇതൊക്കെയാണ് നമ്മുടെ ഈ ന്യൂമറോളജി ക്ലാസ്സിലൂടെ എനിക്ക് പറയുവാനുള്ളത്. അല്ലാതെ അക്കങ്ങളുടെ വിലയല്ലല്ലോ. നമ്മൾ പറയുന്നല്ലേ എക്സാമ്പിൾ സഹിതം, ഉദാഹരണ സഹിതം മാത്രമേ വിശദീകരിക്കുന്നുള്ളൂ. രാഹുലിൻ്റെ ഒറിജിനൽ പേര് രാഹുൽ BR എന്നാണ് രാഹുലിൻ്റെ ഒറിജിനൽ പേര്, ഒഫീഷ്യൽ നെയിം. രാഹുൽ RHUL രാഹുൽ 5 BR 2 5 2 7. നമ്പർ ഓഫ് ലെറ്റേഴ്സ് അവിടെയും വന്നു 7. ഇതാരെങ്കിലും ശ്രദ്ധിച്ചോ? 7 അവിടെ നിന്ന് വലിപ്പിക്കും. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നാണ് പേരെങ്കിൽ പോലും, അറിയപ്പെടുന്നെങ്കിൽ പോലും രാഹുൽ BR അവിടെ കിടപ്പുണ്ട് ഔദ്യോഗികമായിട്ട്. കോടതിയിലൊക്കെ പോയി കഴിഞ്ഞാൽ വലിയ കുടുങ്ങും അദ്ദേഹം. ഇപ്പോൾ എൻ്റെ പേരും എപ്പോഴും പറയാറുണ്ട്, എൻ്റെ പേരാണ് എപ്പോഴും എക്സാമ്പിൾ പറയുന്നത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാരും. എൻ്റെ ശരിയായ പേര് ശ്രീഭവൻ ഭാസ്കരക്കുറുപ്പ് അജിത് കുമാർ, പാസ്പോർട്ടിലുള്ളതാണ്. പക്ഷേ SSLC ബുക്ക് വരെയും SB, അല്ലെങ്കിൽ കോളേജ് ലൈഫിലും അക്കാഡമിക് ഇയറിലും വർഷങ്ങളിലും SB അജിത് കുമാർ, SB. അതിൻ്റെ ടോട്ടൽ വാല്യൂ 32. പണവുമായിട്ട് ബന്ധമുണ്ട്. ഇപ്പോഴത് ഉപയോഗിക്കുന്നില്ലെങ്കിലും ഐമൻ അജിത്ത് എന്ന പേരിലാണ്. ശരി, ആ പേരും അവിടെ കിടക്കുകയാണ്. ഞാൻ വിദേശത്താണല്ലോ താമസിക്കുന്നത്. ഇവിടെ നിന്ന് ഞാൻ പണം ഉണ്ടാക്കുന്നില്ലേ, ജോലി ചെയ്യുന്നു, പണം കിട്ടുന്നില്ലോ. അതാ 5ൻ്റെ പ്രത്യേകതയാണ്, 32ൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ രാഹുൽ BRന് 7. അപ്പോൾ അത് സൈലൻ്റ് ആയിട്ടായാലും 5 എന്നെ ആകർഷിക്കുന്നുണ്ട് എൻ്റെ ലൈഫിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുള്ള പേരോടുകൂടി വന്നെങ്കിൽ പോലും രാഹുൽ BR അവിടെ സൈലൻ്റ് ആയിട്ട് 7 അവിടെ അദ്ദേഹത്തെ അട്രാക്റ്റ് ചെയ്യുന്നു. അതൊക്കെ ഈ അദ്ദേഹത്തെ കൊടുക്കുന്നത്. രാഹുലിൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ 17, BRൻ്റെ 4 17 4 21 രാഹുൽ BRൻ്റെ വാല്യൂ. 21 അക്ഷരങ്ങളുടെ എണ്ണമായി 7 കൂടി കൂട്ടുമ്പോഴോ 28 വന്നാൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട്, 28, 29 അവിടെ പേരിൽ വന്നിട്ടുണ്ടെങ്കിൽ, വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ വളരെ നെഗറ്റീവാണ്. ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് സ്പഷ്ടമായിട്ട് എന്താണ് അറിയേണ്ടത്?
നിങ്ങളുടെ പേരിൽ 28 29 വന്നിട്ടുണ്ടെങ്കിൽ, വാല്യൂ വന്നിട്ടുണ്ടെങ്കിൽ, അക്ഷരങ്ങളുടെ എണ്ണം വന്നിട്ടുണ്ടെങ്കിൽ മാറ്റൂ. അല്ലാതെ പൂജ കഴിപ്പിച്ചിട്ടോ ജ്യോത്സ്യർക്ക് കൊണ്ടുപോയി കൊടുത്തിട്ട് അതൊന്നും കാര്യമില്ല. ഇനി എക്സാമ്പിൾ അടുത്ത വീഡിയോസിലൊക്കെ ഇഷ്ടംപോലെ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കുന്നതല്ല. ഓരോരോ സംഭവങ്ങൾ വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഇങ്ങനെയുള്ള നെഗറ്റീവ്സ് ഉണ്ട്. നിങ്ങളിൽ പല ആൾക്കാരും ചിന്തിക്കുക, എന്താ ഈ അയ്മനജിത്തിൻ്റെ ഈ സ്റ്റഡി ക്ലാസ്സിലെല്ലാം ഇതിങ്ങനെ പറയുന്നത്? കാരണം അപകടം നമ്മൾ അറിഞ്ഞിരിക്കണം. കാലാവസ്ഥ നിരീക്ഷകർ പറയാറില്ല, അതേ ഇന്ന സമയത്ത് ഇടിയും കാറ്റും ഒക്കെ ഉണ്ടാകും. നമ്മളന്നേരം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ കേരളത്തിലെ തീരദേശവാസികളോട് പറയാറുണ്ടല്ലോ, കടലിലേക്ക് മീൻ പിടിക്കാൻ പോകരുതെന്ന്. കാലാവസ്ഥാ നിരീക്ഷകർ എന്നാ തീരദേശവാസികളുടെ ജീവിതം അങ്ങ് അടപ്പിക്കണം? അല്ല, ഒരു പ്രിക്കോഷൻ. കലാപബാധിത പ്രദേശത്തേക്ക് പോകരുതെന്ന് പറയാറില്ലേ? അതുപോലെയാണ് നമുക്കും ഈ ക്ലാസ്സിലൂടെ പറയാനുള്ളത്. ഇതിനകത്ത് ഞാനെന്നോ നിങ്ങളെന്നോ ഇല്ല, നമ്മൾ എന്ന് തന്നെ എടുക്കാം. ഒഫീഷ്യലി ഇനി അല്പം പ്രോണോളജിയിലേക്ക് കയറാം. ന്യൂമറോളജി അല്ല, പ്രോണോളജി. പ്രോണോളജിയിൽ പറഞ്ഞപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഒരു രമാദേവി ആവശ്യപ്പെട്ടു ഇന്ന് കമൻറ്റ് കണ്ട് പ്രോണോളജി 50% വിട്ട് തന്നുകൂടെ എന്ന്. 50% എൻ്റെ കയ്യിൽ ഇരിക്കട്ടെ എന്ന്. കാരണം ഇപ്പം നമ്മൾ പല ആൾക്കാർ ഇതൊക്കെ കേട്ടിട്ട് ഈ മുറിവൈദ്യന് ആളെ കൊല്ലുവി, എന്തെങ്കിലും അറ്റവും മുറിയും പഠിച്ചിട്ട് പേരിൽ ഭേദഗതി ചെയ്യും. അത് അപകടമാണ്, അത് അവർക്കറിയത്തില്ല. പേരിൽ 5 അക്ഷരം വന്നാൽ നല്ലതാണ്, 15 അക്ഷരം വന്നാൽ നല്ലതാണ്. പക്ഷേ അതിനകത്ത് ടോട്ടൽ വാല്യൂ നെഗറ്റീവ് ഉണ്ടോ എന്ന് നമ്മൾ നോക്കണേ. അപ്പോൾ രമാദേവിയുടെ അഭിപ്രായം മറ്റുള്ളവർക്കും കൂടി പറയുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ അതിനകത്ത് രാഹുലിൻ്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ഏതാണ്? പ്രോണോളജിയാണ് കേട്ടോ. ഒരു വ്യക്തിയുടെ പേരിൽ R and A വന്നാൽ റേ എന്ന് പറയാം, രശ്മി RAY എന്നതാണ് പ്രോണോളജി. RA എന്ന 2 ലെറ്റേഴ്സിൻ്റെ പ്രോണോളജി പറയുന്നത് RAY, റേ, പ്രകാശരശ്മി. അവരുടെ ചിന്താഗതി അനുസരിച്ചുകൊണ്ട് ആ പ്രകാശരശ്മി പോസിറ്റീവായിട്ടാണ് പോവുക, നല്ലതായിട്ട് പോകും. ഇല്ല ഈ RAHUL എല്ലാം ഉണ്ട്. ഇനി അവസാനം പറയാമല്ലോ, മാങ്കൂട്ടത്തിൽ THIL അല്ലേ, IL ആണ് ലാസ്റ്റ് 2 ലെറ്റേഴ്സ്. ആദ്യത്തെയാണ് RAയുടെ പോസിറ്റീവ് പറഞ്ഞത്. IL എന്നാൽ നെഗറ്റീവാണ്. IL എന്ന് വെച്ചാൽ ഇൽനെസ്, ILLNESS, ഇൽനെസ്, രോഗം. നിങ്ങളുടെ വീട്ടുപേരിൽ പല ആൾക്കാരുടെയും, കേരളത്തിൽ പല ആൾക്കാരുടെയും വീട്ടുപേരിൽ IL ഉണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ ദുരിതം മറ്റുള്ള വീടുകാരെക്കാരും കൂടുതലായിട്ടുണ്ടാകും. അതുകൊണ്ട് പേരിൽ IL എന്ന ലെറ്റർ പ്രോണോളജി പ്രകാരം പാടില്ല. രമാദേവി ഇത് കേൾക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും കൂടിയിട്ടാണ് പറഞ്ഞത്. രാഹുലിൻ്റെ പ്രോണോളജി പ്രകാരം രാഹുൽ ഇപ്പോൾ ജീവിക്കുന്നത് R എന്ന ലെറ്ററിലാണ്. രാഹുൽ BRൻ്റെ ലാസ്റ്റ് R, ആദ്യത്തെ R അല്ല, ലാസ്റ്റ് R വളരെ സ്ട്രോങ് ആണ്. R 2നെ സൂചിപ്പിക്കുകയാണ്. 2, Rൻ്റെ വാല്യൂ 2 അല്ലേ, BKR 2 ആണ്. അല്പം സ്ലോ മോഷനാണ്. 2 ചേരുമ്പോൾ 4 ആണ്. അതാണ് സ്ട്രോങ് എന്ന് പറയുന്നത്. അപ്പോൾ രാഹുൽ ഇപ്പോൾ ജീവിക്കുന്നത് രാഹുൽ BR ആണ് കേട്ടോ, ഒഫീഷ്യലായിട്ടുള്ള കാര്യം എടുക്കുന്നത്. R വന്നതിൻ്റെ പേരിൽ അതിൻ്റേതായ എല്ലാ ശക്തികളും കാണിക്കും. ഒരുതരം ആലസ്യത്വത്തോടുകൂടി മതാലസമായ രീതിയിൽ, ചന്ദ്രനായതുകൊണ്ടാണ് ഒരു മാസ്മരിക ലോകത്തിലേക്ക് അവരങ്ങനെ ചലിക്കും. അവരറിയുന്നില്ല വരാൻ പോകുന്ന അപകടം. കാരണം 22 വരുന്നത്. അപകടത്തിലേക്ക് ചെന്ന് ചാടിയാലേ ഇവർക്ക് ആ ബുദ്ധിമുട്ട് അറിയുള്ളൂ, പിന്നീട് അറിയുള്ളൂ. ഈ രാഹുലിനകത്ത് 6ഉം ഈ 2ാമത്തെ 6ഉം കൂടി വന്നപ്പോഴോ അക്ഷരങ്ങളുടെ സംഘർഷം ഉണ്ടാകും. ആ സംഘർഷത്തെയാണ് ഇപ്പോൾ അദ്ദേഹം നേരിടുന്നത്. ഈ രാഹുലിൻ്റെ വിഷയം കൊണ്ടുവന്നതാരാ? റിനി ആൻഡ് ജോർജിൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ, അക്ഷരങ്ങളുടെ എണ്ണം 13 എപ്പോഴും പ്രശ്നങ്ങളെ കുത്തിപ്പോക്കും. ഇപ്പോൾ എൻ്റെ പേരിൻ്റെ അക്ഷരങ്ങളുടെ വാല്യൂ അയ്മനജിത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം 13. എൻ്റെ ചാനൽ, നമ്മുടെ പ്രത്യേകത കണ്ടില്ലേ, പഴയ കാലങ്ങളിൽ പൊക്കിക്കൊണ്ട് വരുന്നില്ലേ, ഹിസ്റ്റോറിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ കഴിഞ്ഞ കാലങ്ങളൊക്കെ പൊക്കിക്കൊണ്ട് വരുന്നുണ്ടല്ലോ. അത് ആ 13ൻ്റെ പ്രത്യേകതയാണ്, എൻ്റെ ക്വാളിറ്റി അല്ല. 13 എപ്പോഴും അങ്ങനെയാണ്, രാഹുവിൻ്റെ സ്വാധീനത്തിൽ നിരീക്ഷണ പാഠവും. പിന്നെ 13 നിങ്ങളുടെ പേരിൽ വന്നാൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി അവരുടെ നിർബന്ധത്തിന് വഴങ്ങി നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും. അത് ഈ റിനി ആൻഡ് ജോർജിലും 13 വന്നതിൻ്റെ പേരിൽ മറ്റുള്ള ആൾക്കാർക്ക് വേണ്ടി
അപമാനകരമായ രീതിയിൽ, കലാപമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും. എൻ്റെ അടുത്തും വന്നിട്ടുണ്ട്. ഒരിക്കൽ വന്നു. അവർ നിർബന്ധിച്ച് ഞാൻ പറഞ്ഞു ഒരിക്കലും പാടില്ല എന്ന് പറഞ്ഞു, ചെയ്യില്ല എന്ന് പറഞ്ഞു. ഒരിക്കലും ചെയ്യില്ല. അവർ വേണമെങ്കിൽ വാരിക്കോരി തരും. ലക്ഷങ്ങളുടെ ഒരു കച്ചവടം. അതിനായിട്ടൊന്ന് ഇതിൻ്റെ ചില ടിപ്പിട്ട് കൊടുക്കണം, ടിപ്സ് എന്ന് യാത്ര ചെയ്യണം. ഒരു വലിയൊരു കൺസൈൻമെൻ്റ് ആയിരുന്നു അത്. എല്ലാം അതിൻ്റെ പിന്നിൽ ഗൈഡ് ലൈൻ ഞാൻ കൊടുത്താൽ എനിക്ക് ഇഷ്ടംപോലെ പണം തരും. ഓൺ ദ സ്പോട്ടിൽ മേശപ്പുറത്ത് വെച്ചിട്ട് പോകും. ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് പറഞ്ഞ് പറ്റില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ 8 അപകടത്തിലേക്ക് പോകും. 13 അതും മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങും. ഗവൺമെൻറ് അങ്ങനെ പിടിച്ചാലോ ഞാൻ അകത്താകും, കുടുംബം ഉൾപ്പെടെ അകത്താകും. കേവലം കുറച്ച് ലക്ഷങ്ങൾ തന്നെ കിട്ടും എനിക്ക്. അപ്പോൾ 13 എപ്പോഴും മറ്റുള്ളവർ പ്രോത്സാഹിപ്പിക്കും. അവരുടെ കാര്യസാധ്യതയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരയാകും. ഈ റിനി ആൻഡ് ജോർജിനെ നമ്മൾ പഴിക്കരുത്. ഇത് കാണുന്നവരും പറയരുത് ആ പെൺകുട്ടി അങ്ങനെയാണ് ഇങ്ങനെയാണ്. അവരുടെ വസ്ത്രധാരണമൊക്കെ എന്തും ആയിക്കോട്ടെ, നമുക്ക് ആരുടെയും കുറ്റവും കുറവും നോക്കണ്ട. റിനി ആൻഡ് ജോർജ് മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് നിന്നത്. ഇപ്പോൾ ഈ 3.5 വർഷം മുൻപുണ്ടായ സംഭവം ഇപ്പോൾ എന്തിനാ കുത്തിപ്പൊക്കിയത്? ഇതാണ് കുത്തിപ്പൊക്കൽ 13 പ്രത്യേകത. നിങ്ങളുടെ പേരിലും 13 ഉണ്ടെങ്കിൽ, വീട്ടുപേരിൽ 13 ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ണടച്ചേക്കണം. അല്ലെങ്കിൽ അത് താങ്ങാനുള്ള, ക്രമീകരിക്കാനുള്ള, സർവൈവ് ചെയ്യാനുള്ള പിൻബലം ഉണ്ടായിരിക്കണം. റിനി ആൻഡ് ജോർജിൻ്റെ ടോട്ടൽ വാല്യൂ എത്രയാണ്? അക്ഷരങ്ങളുടെ എണ്ണം 13, എല്ലാം കൂടി വാല്യൂ വിളിച്ച് പറയുന്നില്ല, സമയം പോകും. 58. പേരിൻ്റെ വാല്യൂ അക്ഷരങ്ങളുടെ എണ്ണം കൂടി ചേരുമ്പോൾ 58. 58 ആകുമ്പോൾ 8 5 13, വീണ്ടും അവിടെ 13 വന്നു. ആ 13നെ ഇരട്ടിപ്പിച്ചു. 13 58 വന്നാൽ ശത്രുക്കളും മത്സരമൊക്കെയാണ് പറയുന്നത്. ഇവർക്ക് ഇഷ്ടംപോലെ ശത്രു ഉണ്ടായല്ലോ. ഇനി അവർ ഈ വിഷയത്തിൽ നിന്നും മത്സരിച്ച് വേണം ജീവിക്കാൻ, മുന്നോട്ട് പോകാൻ. രാഷ്ട്രീയ പശ്ചാത്തലം അവർക്കുണ്ട് കേട്ടോ. റിനി ആൻഡ് ജോർജ് എന്നുള്ളതാണ് അവരുടെ ഒഫീഷ്യൽ നെയിം. പക്ഷേ എല്ലാവരും വിളിക്കുന്നത് റിനി ജോർജ് എന്നാണ് പറയുന്നത്. പല വാർത്തയിലും ഞാൻ കണ്ടു റിനി ജോർജ്. റിനി ജോർജിൻ്റെ വാല്യൂ എത്രയാണ്? അക്ഷരങ്ങളുടെ എണ്ണം റിനി ടോട്ടൽ വാല്യൂ 34. അക്ഷരങ്ങളുടെ എണ്ണവും അക്ഷരങ്ങളുടെ വാല്യൂ 25 34. റിനിയുടെ 9, ജോർജിൻ്റെ 25. 25 9 34. അവരും കലാപം ഉണ്ടാക്കിയോ? അത് അവരറിയുന്നില്ല. അവരെ റിനി ജോർജ് എന്ന് വിളിച്ചാൽ ഇങ്ങനത്തെ കലാപത്തിലേക്ക് പോകും, പൊതുവേ ഒരു ചർച്ചയ്ക്ക് വിധേയമാകുന്നു. അവരെയും അങ്ങനെ 7 കൊണ്ടുപോയിട്ടുണ്ട്. ഇദ്ദേഹം നിയമസഭയിലേക്ക് വന്നത് പാലക്കാട് നിന്നല്ലേ, രാഹുൽ മാങ്കൂട്ടത്തിൽ. പാലക്കാടിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 8. PALKKAD പാലക്കാട് 8. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 17. 17 8 25. ഇദ്ദേഹം ഒരിക്കൽ പോലും പറഞ്ഞു 25 അദ്ദേഹത്തെ ജയിപ്പിച്ച് വിട്ടത്. 25 അല്ലെങ്കിൽ 7 നമ്മളെ കൊണ്ടുപോകും. പിന്നെ അവസാനം അവിടുന്ന് ഒരു പിടിയുണ്ട്. ചില ആൾക്കാർ അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചു പറഞ്ഞു, ആരോ ആണ്, സ്ത്രീയോ പുരുഷനോ ഓർക്കുന്നില്ല, ഒരു വ്യക്തിയുടെ പേരിൽ W വന്നാൽ ഒരു കുഴപ്പമില്ല, 100% തെറ്റാണെന്ന്. ഈ നിമിഷം വരെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു അവസരം കിട്ടട്ടെ, പണത്തിനോട് ആർത്തി കാണിക്കും. ഞാനിത് നേരത്തെ രാഹുൽ പാലക്കാട് നിന്നാൽ ചതി ഉണ്ടാവുമെന്ന് നേരത്തെ അങ്ങനെ ഒരു വീഡിയോ ചെയ്തെന്ന് വിചാരിച്ചു. അനേകം പേരെന്നെ ശാസിക്കും. അനാവശ്യം പറയരുത്, കുറച്ച് പ്രോണോളജി അറിയാം, ന്യൂമറോളജി അറിയാമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനത്തെ അഡ്വൈസ് ഒന്നും വേണ്ട എന്ന് തന്നെ പറയും. ഇപ്പോൾ എങ്ങനെയുണ്ട് അനുഭവം? അതുകൊണ്ടാണ് ഞാൻ അഡ്വാൻസ് ആയിട്ടൊന്നും പറയാത്തത്. ഒരുതരം പ്രവചനമാകും. ഞാൻ തയ്യാറാണ് പല കാര്യങ്ങളും പറയാൻ. ഈ സയൻസിൻ്റെ സഹായത്താൽ അഡ്വാൻസ് ആയിട്ട് പല കാര്യങ്ങളും പ്രവചിക്കാം. അത് നിങ്ങൾക്ക് ദഹിക്കത്തില്ല, കാരണം അത്രയും ആയിട്ടില്ല മാനസികമായിട്ട്. ഇപ്പോൾ അനുഭവം വരുമ്പോൾ പഠിക്കട്ടെ. അപ്പോൾ പാലക്കാടിൻ്റെ എണ്ണം, അക്ഷരങ്ങളുടെ എണ്ണം 18, രാഹുൽ മാങ്കൂട്ടത്തിൽ 17 ആയപ്പോൾ 17 8 25 കൊണ്ടുപോയി. ടോട്ടൽ വാല്യൂ എത്രയാണ്? 82. 60 22. പാലക്കാടിൻ്റെ വാല്യൂ 22. 60 രാഹുൽ മാങ്കൂട്ടത്തിൽ. 82. 82 എപ്പോഴും അധികാരം, അതിമോഹം ആണ്. കാരണം 8 ഉണ്ട് അവിടെ. 8 ആരുടെ മുമ്പിൽ തലകുനിക്കുന്ന ആളല്ല 8. അതാണ് അതിമോഹം എന്ന് പറയുന്നത്. 8ഉം 2ഉം കൂടി ചേരുമ്പോഴാണ് 10 വന്നതിൻ്റെ പേരാണ് അധികാരം എന്ന് പറയുന്നത്. അധികാരത്തിൽ തന്നെ അതിമോഹം വന്നാൽ 8. ഈ 25 വന്നതിൻ്റെ പേരിൽ ഇനി പാലക്കാട് ജില്ലയിലേക്ക് അദ്ദേഹത്തെ കയറ്റത്തില്ല. കഴിഞ്ഞ ദിവസം പറഞ്ഞു പാലക്കാട് ജില്ലയിൽ അവിടെ കേസ് ഏതോ ബസ് സ്റ്റാൻഡിൻ്റെ ഇനാഗുറേഷന് വേണ്ടി വെച്ചിരുന്നതാണ്, ഇനി അങ്ങോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. അവിടെയുള്ള വീട്ടമ്മമാർ സമ്മതിക്കും. ഇനി അദ്ദേഹത്തിന് ചിത്രം പോലും ഇനി കൊണ്ട് കയറ്റത്തില്ല. അതാണ് 25 7 നമ്മളെ പമ്മി നിന്നുകൊണ്ട് കൊത്തിക്കൊണ്ട് പോകുന്നത്.
അക്ഷരങ്ങളുടെ എണ്ണമായ 25 വാല്യൂവായ 82 കൂടി കൂട്ടുമ്പോൾ 107, 78. അവിടെ അസംതൃപ്തിയുള്ള ജീവിതമാണ്. ഇപ്പോൾ അദ്ദേഹത്തിന് അസംതൃപ്തിയുള്ള ജീവിതമാണല്ലോ. ഇനി മറ്റൊന്ന് പറയാം, മറ്റൊന്ന് നമുക്ക് എടുക്കാം. ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്, അദ്ദേഹം കോൺഗ്രസ്സുകാരനാണ്. കോൺഗ്രസിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 8. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതാ? 17. 17 തൊട്ട് 25. കോൺഗ്രസ്സുകാർ ഇദ്ദേഹത്തെ ഈ രീതിയിൽ, കോൺഗ്രസ്സുകാരോട് ദയവായിട്ട് എന്നെ പറയുന്നത് നമ്മൾ ക്ലാസ്സാണ്. ഇനി അഥവാ എന്തെങ്കിലും അനാവശ്യം പറഞ്ഞുകൊണ്ട് വന്നാൽ എനിക്ക് വ്യക്തമായ രീതിയിൽ മറുപടി പറയാൻ സാധിക്കും. കാരണം പറയുന്നതിനകത്തൊക്കെ ആധികാരികതയുണ്ട്. കോൺഗ്രസ്സുകാരാണ് ഇദ്ദേഹത്തിൻ്റെ വളർച്ചയെ തടസ്സം നിന്നത്. ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പാണ് അത്. ബേസിക്കലി ഐ എഗ്രീഡ് വിത്ത് ദാറ്റ് ഒപ്പീനിയൻ. ബട്ട് അദ്ദേഹം ഏത് പാർട്ടിയിൽ നിന്നോ ആ പാർട്ടിക്കാർ അദ്ദേഹത്തെ കൊണ്ടുപോയി. കോൺഗ്രസ് അദ്ദേഹത്തിന് സ്യൂട്ടബിളായ പാർട്ടിയല്ല ഈ കോൺഗ്രസ്. ഭാവിയിലും 25 ഭാഗ്യസംഖ്യയല്ല. ഇനി മറ്റൊന്ന് നോക്കാം. CPIM, അതിൻ്റെ അക്ഷരങ്ങളുടെ എണ്ണം എത്രയാണ്? 4. CPIM. രാഹുൽ മാങ്കൂട്ടത്തിലോ? 17. 17 4 21 വന്നൂടെ. CPIMൻ്റെ വാല്യൂ എത്രയാണ്? 16. ഈ പാർട്ടി ഒരിക്കലും ഇല്ലാതാവും എന്ന് പറഞ്ഞല്ലോ. ഇനി മാർക്സിസ്റ്റുകാരും അതിനെ ചീത്ത വിളിക്കരുത്, ഈ പാർട്ടി ഇല്ലാതാവും. ന്യൂമറോളജി പ്രകാരം എത്രയോ തെളിവ് തന്നിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വാല്യൂ എത്രയാണ്? 60. CPM 16. 16ഉം 60 എത്രയാണ്? 76. അക്ഷരങ്ങളുടെ എണ്ണം 21. 76ഉം 21 കൂടി കൂട്ടുമ്പോൾ 97. 9 7 16. അപ്പോൾ CPIMനും ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒതുക്കുവാനുള്ള കളിയുണ്ട്. രാഹുലിൻ്റെ കയ്യിലിരിപ്പാണിത്. പക്ഷേ CPIMും കോൺഗ്രസും കൂടിയിട്ടാണ് ഇദ്ദേഹത്തെ ഒതുക്കിയത്. അത് രാഷ്ട്രീയ കളിയാണ്. അങ്ങനെ വേണം. വളർന്നു വരുന്നവരെ ഒതുക്കണമല്ലോ. എനിക്ക് രാഹുലിനോടൊന്നും ഒരു താല്പര്യക്കുറവോ കൂടുതലോ ഇല്ല. ഒരു രാഷ്ട്രീയക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു മമതയില്ല, ആരോടും പ്രത്യേകിച്ച്. രാഹുലിനെ അങ്ങനെ CPIMും കോൺഗ്രസും കൂടി ഒരുപോലെ ഒതുക്കിയതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് BJPക്കാർ മുതലെടുക്കുകയോ എടുക്കാതിരിക്കട്ടെ, നമുക്ക് രാഷ്ട്രീയം ഇവിടെ വിഷയമല്ലല്ലോ. അപ്പോൾ രാഹുലിനോട് പറയേണ്ടത്, അല്ലെങ്കിൽ ഇങ്ങനെയുള്ളവരോട് പറയേണ്ടത്, രാഹുലിൻ്റെ കൂട്ടുകാരെങ്കിലും ഉണ്ട് അദ്ദേഹത്തോട് അറിയിക്കുക ആ പേര് മാറ്റാൻ. സമീപിക്കാൻ പറ. ആ പേരിൽ ഇനി എന്നെ കാണുന്നില്ല, ഏതെങ്കിലും ന്യൂമറോളജിസ്റ്റിനെ കണ്ട് പേര് മാറ്റാൻ പറയുക ക്രോണോളജി പ്രകാരം. കാരണം IL ഇല്ല, IL ന്യൂമറോളജിക്കാർ IL ഏതാ മാങ്കൂട്ടത്തിൽ അവസാനത്തെ ആ IL അതൊന്നും അവർ എടുക്കത്തില്ല. പക്ഷേ ക്രോണോളജിസ്റ്റ് എടുക്കും, അത് മാറ്റാൻ പറയും. 3ന് ശത്രുവായ പേരിൽ 60. ഇനി 3-ാം തീയതി ജനിച്ച നിങ്ങൾ, 3, 12, 21, 30-ാം തീയതി ജനിച്ച നിങ്ങൾക്ക് ഈ വർഷം നിയമപരമായി എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ ഏറെയാണ്. നിയമപാലകരുടെ മുമ്പിൽ പോയി ഒന്ന് തലകുനിക്കേണ്ടി വരും. ഒരുപക്ഷെ വാഹനത്തിൻ്റെ ആയിരിക്കാം, എന്തെങ്കിലും. വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്കൊന്നും വലിയ വിഷയമില്ല കേട്ടോ. അല്ലാതെയുള്ള പുറത്തേക്ക് ഇറങ്ങി കർമ്മം ചെയ്യുന്നവനെ അല്ലേ ഉള്ളൂ ശിക്ഷയും വേട്ടയാടുകയുള്ളൂ. നല്ലതായിട്ടായാലും അനുകൂലമായിട്ടായാലും വരുള്ളൂ, മോശമായിട്ടായാലും. ഇനി മറ്റൊരു അനലൈസ്, ഒരു മുൻ MP-യുടെ ex-MP-യുടെ മകളെ പീഡിപ്പിച്ചു എന്നാണ് വാർത്തയിൽ കാണുന്നത്. ആ ex-MP ആരും ആയിക്കോട്ടെ, ആ ex-MPയുടെ പേരും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരും തമ്മിൽ കണക്ക് കൂട്ടിയപ്പം 28 എന്നുള്ള കണക്ക് കിട്ടി. ഞാനത് പറയാൻ പറ്റത്തില്ല, പത്രക്കാർ പറയാതെ ഒരു MP-യുടെ പേരൊക്കെ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ എല്ലാവർക്കും അറിയാം ex-MP ആരാണെന്ന്. 28 വന്നത്. ആ കൂട്ടുകെട്ടും ശരിയല്ലായിരുന്നു. ആ ex-MPയുടെ പേരിൻ്റെ വാല്യൂ 44. 44 നമ്മുടെ പേരിൽ വന്നാൽ വിശ്വാസവഞ്ചനയിൽപ്പെടും. ഇപ്പോൾ എൻ്റെ നമ്പർ 44 ആണെന്ന് വെച്ചോളൂ. 44 അല്ല, 44 ആണെങ്കിൽ കൂട്ടുകാർ കൂടും, അവരെ എൻ്റെ മടിയിൽ കയറ്റിയിരുത്ത് അവർ എന്നെ വഞ്ചിച്ചിട്ട് പോകും. എനിക്ക് ഭാര്യയും മക്കളൊക്കെ ഉണ്ടെന്ന് ഞാൻ ചിന്തിക്കണം. നിങ്ങളുടെ പേരിൽ 44 വന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ പേരും പേരിൻ്റെ വീട്ടുപേരും കൂടി 44 വന്നിട്ടുണ്ടെങ്കിൽ അധികം ആൾക്കാരെ നിങ്ങൾ വീട്ടിൽ കയറ്റി ഇരുത്തരുത്. വന്ന് വേണം ഒരു ചായ കൊടുത്തിട്ട് വിട്ടു. സിറ്റ് ഔട്ട് ഉണ്ടെങ്കിൽ സിറ്റ് ഔട്ടിൽ ഇരുത്തി ലോക്യം പറഞ്ഞിട്ട് പോകും. അകത്തേക്ക് കയറ്റരുത്. 44കാർക്ക് ചതി ഉണ്ടാകും. അതൊരു വിവാദ നമ്പറാണ്. സോ കുടുംബത്തിൽ ധാരാളം പ്രശ്നങ്ങളുണ്ടാകും. ഓക്കെ, താങ്ക് യു. ആരെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഞാൻ മറുപടി തന്നാൽ ദയവായിട്ട് നന്ദി രേഖപ്പെടുത്തൂ. അങ്ങനത്തെ ഒരു സംസ്കാരം നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. താങ്ക് യു വെരി മച്ച്.